Hi, my dear learners. Once again, welcome back to my YouTube channel, Based by Krishna Kumar, for promoting acquisition of competence in English by Krishna Kumar. And my dear learners, this is an extra special video for all the plus two students who want to score good marks in their English examination. This is the sixth video in this series. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എക്സ്ട്രാ സ്പെഷ്യൽ വീഡിയോയിലെ 6ാം വീഡിയോ ആണ്. ഇത്തരം വീഡിയോയുടെ പ്രത്യേകത ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ 5 അല്ലെങ്കിൽ 6 ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരം, അതായത് ഒരു പാഠവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന 6 ചോദ്യങ്ങളിൽ നിന്ന് ആ ചോദ്യങ്ങളിൽ ഏതായാലും അതിന് ഒറ്റ ഉത്തരം എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോയിൽ ആൻസർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഈ 8 വീഡിയോകളിൽ നിന്നുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഉത്തരം അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 20 മാർക്ക്, ഏറ്റവും കുറഞ്ഞത് 20 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യും. കാരണം ഒരു 4 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിനേഷന് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ജെ.സി. ഹില്ലിൻ്റെ ഗുഡ് മാനേഴ്സ് എന്ന് പറയുന്ന എസ്സേയിൽ നിന്നുള്ള ആ ലെസണുമായി ബന്ധപ്പെട്ട് ഒരു റിവ്യൂ അല്ലെങ്കിൽ റൈറ്റപ്പ് അല്ലെങ്കിൽ നറേഷൻ അല്ലെങ്കിൽ ഒരു സമ്മറി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഉത്തരമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. J.C. Hill's essay, Good Manners, is a great reading experience to every citizen who dreams of a simple, peaceful life full of beauty and elegance. ജെ.സി. ഹില്ലിൻ്റെ ഗുഡ് മാനേഴ്സ് എന്ന ഈ എസ്സേ ലളിതവും സമാധാനപൂർണവുമായ ഒരു ജീവിതം സ്വപ്നം കാണുന്ന, ആ ജീവിതത്തിലുടനീളം സൗന്ദര്യവും ചാരുതയും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പൗരനും മഹത്തായ ഒരു വായന അനുഭവം തന്നെയായിരിക്കും ഈ എസ്സേ എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഹാവിങ് ഗുഡ് മാനേഴ്സ് മീൻസ് ആക്ടിങ് ഇൻ എ മാനർ ദാറ്റ് ഈസ് സോഷ്യലി അക്സെപ്റ്റബിൾ ആൻഡ് റെസ്പെക്ട്ഫുൾ. നല്ല പെരുമാറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആക്ടിങ് ഇൻ എ മാനർ ദാറ്റ് ഈസ് സോഷ്യലി അക്സെപ്റ്റബിൾ ആൻഡ് റെസ്പെക്ട്ഫുൾ. നമ്മൾ സാമൂഹികപരമായി സ്വീകാര്യമായ രീതിയിലും ബഹുമാനം ലഭിക്കേണ്ട രീതിയിലും പെരുമാറുക എന്നുള്ളത് തന്നെയാണ്. Good manners convey respect to those you interact with and also commands respect from those you interact with. നല്ല ശീലങ്ങൾ പ്രദാനം ചെയ്യുന്നത് നമ്മൾ ആരോടാണോ ഇൻറ്ററാക്ട് ചെയ്യുന്നത് അവരിൽ നമ്മളൊരു റെസ്പെക്റ്റ് ഉണ്ടാക്കുകയും അതേപോലെ തന്നെ നമ്മൾക്ക് അവരിൽ നിന്നൊരു റെസ്പെക്റ്റ് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഗുഡ് മാനേഴ്സ് എന്ന് പറയുന്നത് കൺവേ റെസ്പെക്റ്റ് ടു ദോസ് യു ഇൻറ്ററാക്ട് വിത്ത്. നിങ്ങൾ ഇൻ്ററാക്ട് ചെയ്യുന്ന ആളോട് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുക. അപ്പോൾ അവർ നമ്മളിലേക്ക്, അതായത് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, അത് തന്നെയാണ് ആത്യന്തികമായിട്ടുള്ള ഒരു സത്യം. ഹിയറിംഗ് ദിസ് ലെസൺ, എ ഹെൽത്തി യങ് മാൻ ഹു നെവർ കെയർഡ് ഫോർ അതേഴ്സ് വൺസ് ബിക്കെയിം സീരിയസ്ലി ഇൽ ആൻഡ് വെൻ ഹി റിക്കവേർഡ് ഹി വാസ് വെരി വീക്ക് ആൻഡ് ഹാഡ് ടു റിമെയിൻ സോ ഫോർ എ ഫ്യൂ ഡേയ്സ്. ഇവിടെ ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഈ പാഠത്തിൽ എ ഹെൽത്തി യങ് മാൻ, വളരെ ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ, ഹു നെവർ കെയർഡ് ഫോർ അതേഴ്സ്, ഒരിക്കലും മറ്റുള്ളവരെ യാതൊരു വിധത്തിലും ഗവനിക്കാത്ത അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു വ്യക്തിയായ ഒരു ചെറുപ്പക്കാരൻ വൺസ് ബിക്കെയിം സീരിയസ്ലി ഇൽ, ഒരിക്കൽ വളരെ ഗൗരവപൂർണമായ രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് അസുഖബാധിതനാവുന്നു. ആൻഡ് വെൻ ഹി റിക്കവേർഡ്, പിന്നീട് ആ രോഗത്തിൽ നിന്ന് അദ്ദേഹം മുക്തി പ്രാപിച്ചു കഴിയുമ്പോൾ ഹി വാസ് വെരി വീക്ക്, അവൻ വളരെ ക്ഷീണിതനായിരിക്കുന്നു. ആൻഡ് ഹാഡ് ടു റിമെയിൻ സോ ഫോർ എ ഫ്യൂ ഡേയ്സ്, അത്തരത്തിൽ വളരെ ക്ഷീണിതനായി പിന്നെയും കുറേയേറെ ദിവസങ്ങൾ അദ്ദേഹത്തിന് കഴിയേണ്ടിയും വരുന്നു. ഈവൻ വാക്കിംഗ് ബിക്കെയിം വെരി ഡിഫിക്കൽട്ട്, നടക്കുക എന്ന ഒരു ജോലി പോലും അല്ലെങ്കിൽ നടക്കാൻ പോലും അദ്ദേഹം ഭയങ്കരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഡിഫിക്കൽട്ട് ഫോർ ഹിം, ഈവൻ വാക്കിംഗ് ബിക്കെയിം വെരി ഡിഫിക്കൽട്ട് ഫോർ ഹിം. ചെറുതായിട്ടൊന്ന് നടക്കുക എന്ന് പറയുന്നത് പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായി മാറുന്നു. It was then that he realized the fact that he will get back his strength someday, but those old people will never get back theirs. It was then, അപ്പോൾ മാത്രമായിരുന്നു, അത്തരത്തിൽ ഈ ഒരു അസുഖം വന്ന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചറിഞ്ഞപ്പോൾ മാത്രമായിരുന്നു ദാറ്റ് ഹി റിയലൈസ്ഡ്, അയാൾ മനസ്സിലാക്കുന്നത് ദ ഫാക്റ്റ്, ആ വസ്തുത എന്ത്, ദാറ്റ് ഹി വിൽ ഗെറ്റ് ബാക്ക് ഈ സ്ട്രെങ്ത് സം ഡേ, അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യം എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു കിട്ടുമെന്നും. ബട്ട് ദോസ് ഓൾഡ് പീപ്പിൾ വിൽ നെവർ ഗെറ്റ് ബാക്ക് ദ ഏസ്, പക്ഷേ പ്രായം ചെന്നുപോയ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായാൽ അത്
ആ ഒരു ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പിന്നീട് അതൊരിക്കലും തിരികെ ലഭിക്കില്ല എന്നുള്ള സത്യം അദ്ദേഹം യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുന്നത് ഈ ഒരു തരത്തിൽ വളരെ ഗുരുതരമായ ഒരു അസുഖത്തിന് അടിപ്പെടുകയും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുമ്പോഴും ഉണ്ടാകുന്ന അനുഭവത്തിൽ നിന്നാണ് ആ ചെറുപ്പക്കാരൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. So, from then onwards, he promptly gave up his seat for the weak and aged in buses. അതുകൊണ്ട് തന്നെ അതായത് ഈ അനാരോഗ്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു രോഗത്തിലൂടെ ബോധ്യപ്പെട്ട് ജീവിത അനുഭവത്തിലൂടെ പഠിച്ച പാഠത്തിൽ നിന്ന് അദ്ദേഹം പിന്നീട് അങ്ങോട്ട് ഹി പ്രോംപ്റ്റ്ലി ഗേവ് അപ്പ് ഹിസ് സീറ്റ് ഫോർ ദ വീക്ക് ആൻഡ് ഏജ്ഡ് ഇൻ ബസ്സസ്. പിന്നീട് അങ്ങോട്ട് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാലുണ്ട് ആരെങ്കിലും ഏജ്ഡായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അനാരോഗ്യം ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ എണീറ്റ് നിൽക്കുന്നതായിട്ട് കണ്ടാൽ ആ ഉടനടി തന്നെ പ്രോംപ്റ്റ്ലി ഹി ഗേവ് അപ്പ് ഹിസ് സീറ്റ്, അദ്ദേഹത്തിൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തവരെ പിടിച്ചവിടെ ഇരുത്തുമായിരുന്നു. മോസ്റ്റ് ഓഫ് JCE's essays ആർ ഫിൽഡ് വിത്ത് പ്രാക്ടിക്കൽ വിസ്ഡം. മിക്കവാറുമുള്ള JCEന്റെ എല്ലാ എസ്സേകളും പ്രായോഗിക ബുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത, സവിശേഷത. ഹിസ് keen observation and magnificent ability to document what he saw and felt brought him immediate attention and acclaim. His keen observation and magnificent ability to document what he saw and felt. അദ്ദേഹത്തിൻ്റെ കീൻ ഒബ്സർവേഷൻ, വളരെ സൂക്ഷ്മമായ നിരീക്ഷണ പാഠവും അതുകൊണ്ട് തന്നെ എൻ്റെ മാഗ്നിഫിസൻ്റ് എബിലിറ്റി, മനോഹരമായ കഴിവും, ടു ഡോക്യുമെൻറ്റ് വാട്ട് ഹി സോ ആൻഡ് ഫെൽറ്റ്, അദ്ദേഹം കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ബ്രോട്ട് ഹിം ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ആൻഡ് അക്ലെയിം. അത് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധയും അതേപോലെ തന്നെ പ്രശംസയും നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ബിക്കോസ് ഇറ്റ് മോട്ടിവേറ്റ്സ് മീ എ ലോട്ട് ടു മേക്ക് more and more videos for you. And my learners, do share this video with somebody whom you think can be benefited from this video. And if you are not yet subscribed to my channel, don't forget to subscribe it, because then only you will get all the notifications whenever I post a video for you. So I will be back in another such amazing video. Till then, bye.